ഹായ്, മേക്ക് ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ്. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിലെ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വളരെ ചീപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇൻട്രോഡ്യൂസ് ചെയ്തോ, അനൂപ് അവിടെ ഉണ്ട്. അനൂപ് നമ്മളിപ്പോൾ എപ്പം വരുന്ന ആളാണ്, അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മാക്രോയുടെ എൻട്രി ഇതാണ് കേട്ടോ. നല്ല വലിയ മാക്രോ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞൊരു സംഭവം. ഇന്ന് കുറേ തഗ് ഡയലോഗ് കേൾക്കാൻ പറ്റും കേട്ടോ. അരുണിന്റെ മാസ്മരിക ഡയലോഗിൽ നമുക്കിവിടെ കേൾക്കാം. സാധനം വേണ്ട, ആ സാധനം എടുത്തോ. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും മേടിക്കാണ്ടാണോ പോന്ന്? നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഈ സാധനം എടുക്കണം. ഈ സാധനം ഇത് നമ്മൾ സാധനം ബിഗ് സിയിൽ മേടിക്കുന്ന സംഭവം എടുത്തിട്ട് അകത്ത് കയറാം. നമ്മളിതെടുത്തിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് പിടിച്ചോ, മുന്തിക്കോ. ഹതിക ഇതാണ് മാക്രോ. ഉണ്ടോ ഇവിടെ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. എല്ലാം എനിക്ക് വെള്ളം പിടിക്കാനുണ്ട്. ഇവിടെ നല്ല സ്വീറ്റ്സ് അല്ലേ കിട്ടുക? സ്വീറ്റ്സ് എന്തിനാ വേണ്ടേ? ബ്രെഡ് വേണം. ക്രിസ്മസ് ട്രീ വന്നു തുടങ്ങിയുണ്ടോ? ഈ ഏരിയ നമുക്ക് കയറിക്കാം. കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് കൊടുക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് അതെടുക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് നോക്കിയിട്ട് നല്ല രസമുണ്ടോ അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ടല്ല, മറ്റേ സാധനം പൊമഗ്രനേറ്റ്. ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട, വലിയ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട. പൊമഗ്രനേറ്റ് എടുക്കും. പൊമഗ്രനേറ്റ് വലിപ്പം വെച്ചോടെ കിടഞ്ഞ് പൊമഗ്രനേറ്റ് വലിപ്പം നോക്കിയിട്ട് വാവ് പടാ. ഒന്നും എടുത്താൽ മതി അല്ലേ? ഒറ്റ എടുത്താൽ പോരെ? ഒന്നെടുത്തോ. നല്ല ഒക്കെ ഒന്ന് എടുക്കും. എനിക്ക് വേണ്ടിയിട്ടാ. ആ കവർ വേണ്ടിയിട്ട് ഒരു കവർ തൂക്കിയോ. ഒരു കവർ ആടെ പൊട്ടിച്ചോ. ഒന്നും കൊണ്ട് വെച്ചാൽ അത്ര മതി. പിടക്കായി പോടാ. ഇതേം പിടക്കായി പോകും. എൻ്റെ മോനെ പടാ. ഇതെന്നാടിക്ക് ഇങ്ങനെ കല്ല് വരുന്നുണ്ടല്ലേ? ഒന്നും മതി. ഇത് വേഗം പിടക്കായി പോവാ. എന്താ വലിപ്പം? നല്ല അധികം മുക്കാത്തെടുത്തോ. വേണ്ട, ഇതന്നെ നല്ലതുകൊണ്ട് എനിക്ക് സംശയം. ഇതന്നെ കിട്ടോ. ഇത് ഞാൻ സീക്രട്ട് കൊടുത്തു. ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് 57 ഉണ്ടോ? 600 ഗ്രാം 100 രൂപ ഇന്ത്യൻ രൂപ. 100 ഇന്ത്യൻ രൂപ ഉണ്ടോ? വേണ്ട, കൈവശമൊക്കെ ഒന്നും വേണ്ട. 45 ഭാഗത്തായാലും. ആപ്പിളാണോ? എനിക്ക് ആപ്പിളോട് വേണ്ടത്. ഈ ഏരിയ ഫുള്ള് എന്താ പറയുക ഫ്രൂട്ട്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമോ. ഡേറ്റ്സ് ഉണ്ട്. ഡേറ്റ്സ് എടുക്കാം. ഡേറ്റ്സ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഡേറ്റ്സ് തായ്ലൻഡിലെ ഡേറ്റ്സുകളൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ഫ്രൂട്ട് മാനിയ എന്നുള്ള മറ്റേ വലിയ പാക്കറ്റ് ഡേറ്റ്സ് ഉണ്ടല്ലേ? ഇത് ഓഫർ ഉണ്ടല്ലേ? അത് വേണ്ട. ഞാനിപ്പം കഴിക്കുന്നത് ഈ സാധനം ഡ്രൈഡ്. ഇത് ഈ സാധനം ഞാൻ അധികം കഴിക്കുന്നത്. ഇത് നല്ല സാധനം. നല്ലൊരു സംഭവം. നമ്മളെ നാട്ടിൽ എന്താ പറയുക, നമ്മളെ കരിക്ക് നമ്മളെ നാട്ടിൽ ഞായറാഴ്ച ദിവസം നമ്മൾ തെങ്ങ് കയറിയിട്ടിടുന്ന സാധനം ഫ്രീ ആയിട്ട് എടുത്ത സാധനം. ഇവിടെ എത്ര പൈസ? 65 വാട്ട്. 65 വാട്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ സാധനം കണ്ടോ? ഇത് നമ്മൾ കരിക്ക് എടുത്ത വാട് തന്നെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇവര് നമുക്ക് കുടിക്കാൻ പറ്റും. 200 റുപ്യ. അതെ, ഇത് ഫ്രഷ് ആണ് സംഭവം. ഫ്രഷ് പറയാൻ പറ്റില്ല, പക്ഷെ പാക്കഡ് ആണ്. അത് നോക്കിയാൽ വെച്ചിട്ടൊരു കരിക്കുണ്ട്. ഇത് ദുബായിലുണ്ട്, എല്ലാവരും ഉണ്ട്. 265 റുപ്യൻ്റെ സാധനമല്ല. ഞാൻ ഇത് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എടുത്തു. അപ്പോൾ അതിനടുത്ത് തന്നെ തായ്ലൻഡിൽ നിങ്ങൾ വിചാരിക്കുന്ന മഞ്ഞൾ, മുളക് പൊടി എല്ലാ സാധനവും കിട്ടൂല. പക്ഷേ ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. നമ്മളെ കറി പൗഡർ, ടെർമറിക്, മഞ്ഞൾ, ചൈനീസ് സ്പൈസസ്, ഫെനൽ സീഡ്സ്, എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തായ്ലൻഡിൽ കിട്ടും കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് മുളക് പൊടിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. ജീരകം, ക്യൂമൻ സീഡ്സ്, ഇതിനെല്ലാം പൈസ നീ നോക്കിയുണ്ട്. ഇതിൻ്റെ പൈസ 500 ഇന്ത്യൻ രൂപയാണ് ഇതിൻ്റെ പൈസ. 500 അവര് ഉറുപ്പ്യൻ്റെ വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ബിരിയാണിയിൽ ഇടുന്ന സാധനങ്ങളും മറ്റുള്ള സംഭവങ്ങളും. കൊത്തമല്ലി, കൊറിയാണ്ടർ സീഡ് അല്ലേ? 120 ഗ്രൗണ്ട് കൊറിയാണ്ടർ. ഇതാ വെല്ലോ ഐറ്റംസ്. ഇതാ അടുത്ത് മീൻ പിടിക്കാൻ എനിക്ക് പൈസ വേണോ? ചൂണ്ടെടുക്കേണ്ട പരിപാടി. മീൻ്റെ ഏറിയ എത്തി. അടിതാടാ മറ്റേ പുയ്യാപ്പിള. നമ്മളാണ്ട പുയ്യാപ്പിള. ഇത്
അല്ലടാ അനുവേ ആളുടെ പിയാപ്പിള ഇത് പോയി ചോപ്പെന്ന് പറയുന്നത് മീനത് ഇതാ വലിയ മുഷൂല് കേട്ടോ ചത്തി കിടക്കണല്ലോ ഇത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാമീനാണ്. തിലാപ്പിയുടെ ഉണ്ട് കേട്ടോ, തിലാപ്പിയുടെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റിലെ മീനല്ലേ അല്ലേ? സ്നേക്ക് ഹെഡ് ഫിഷാണ് ഇത്. എല്ലാ മാർക്കറ്റിലും കിട്ടുന്ന സാധനങ്ങൾ ഭയങ്കര പൈസ ഉണ്ടായിരുന്നു. 105 ഭാഗത്തല്ലേ ഉള്ളേ? 100 ഭാഗത്തല്ലേ മീന് മുറിച്ചതുണ്ട് കേട്ടോ. അതാ നമ്മൾ ഇത്രയും തായ്ലാൻഡിൽ ഇത്രയും കോഴിയും മുട്ടയും എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിൽ ഇതുവരെ ഒരു ഫാം ഇതുവരെ നമ്മൾ ഇവിടെ അതൊരു പോയിന്റാണ്. ഞാൻ കണ്ടില്ല, ഞാൻ ഇവിടെ കോഴി ഫാം കണ്ടിട്ടില്ല. ഞാൻ പശുവിന് ഫാം ഉണ്ട്, പക്ഷെ കോഴി ഈ മുട്ടയിലെടുന്ന് വരുന്നത്. അതൊരു പോയിന്റാണ്. ആരോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ കുറേ മുട്ട, ഇതെല്ലാം ശരിക്കും നാടൻ മുട്ടയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ മുട്ടിന്റെ കളർ. അതെ, നാടൻ മുട്ടി. അതിന്റെ പൈസ ഉണ്ടോ? 63 ഭാഗത്ത് തന്നെയുള്ളൂ. CP ചിക്കൻ അതിന്റെ പേര്. 10 മുട്ട. ഈ നാടൻ മുട്ടിയും മറ്റേ മുട്ടിയും വ്യത്യാസമാണ്. കുറച്ച് പ്രോട്ടീന്റെ പൈസ കൊടുക്കണ്ടേ? ഇതാ ഇത് വേറെ മുട്ട. ഇതാ ഇത് വൈറ്റ് മുട്ട. വൈറ്റ് ഇത് മറ്റേ റോസ്. അതെനിക്ക് മനസ്സിലായില്ല. അതറിയെങ്കിലും നിങ്ങൾ ഇതറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്കറിയാം? നിങ്ങൾക്കറിയില്ല? ഇത് അറിയാമെങ്കിൽ ഒന്ന് കമന്റ്. ഇവരോട് ചോദിച്ചോക്ക്. ഞാൻ അവരോട് ചോദിച്ചോക്ക്, നമുക്ക് നോക്കാലോ. ഓരോ പറഞ്ഞു ചിലപ്പോ. ഇത് കളറി അടിച്ചതാ. ഈ കളർ ഇത് തായ്ലാൻഡിലൊരു ഡിഷാണ് ഇത്. മണ്ണിലാട്ടം പൂത്തിട്ട്. അതെ, അതാണ് ഈ റോസ് കളറിൽ വരുന്നത്. ഈ കളർ മുട്ട നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ല, ഇവിടെ മാത്രം കിട്ടുന്ന സാധനം. ഇതാ പ്രിസർവ്ഡ് എഗ്സ് എയറോ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. അതൊരു ഇൻഫർമേഷൻ ആണ്. ഇവിടെ കാടമുട്ട ഇഷ്ടംമാതിരി. ഇതെല്ലാം ചെറിയ കാടമുട്ടകൾ നമുക്ക് ഇഷ്ടംപോലെ. മോൻ ഇതെന്നാ മോനെ ഫുള്ള് കളർ അടിച്ചിട്ടില്ലല്ലോ പരിപാടി അല്ലേ? ഇതിലൊരു വെറൈറ്റി സംഭവമല്ലേ ഇത്? നമ്മുടെ ഇത് അകത്ത് നോക്കി നീ ഇത് കുക്ക് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞ പോലെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. മഞ്ഞ കളറിലെ മുട്ട കണ്ട, മഞ്ഞ റോസ്. അതെ, ഇതാ മഴവില്ല് പോലെയാണ് മുട്ടകളുടെ കളർ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് വരും. എന്തെങ്കിലും വ്യത്യസ്തമായ സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെന്തിക്കോ എന്തോ മുട്ട കാണിച്ചു കൊടുത്തില്ലേ? മാക്രോ വന്നിട്ട് വ്യത്യസ്തമായ ഒരു സംഭവം കണ്ടു കാണിച്ചു കൊടുത്തില്ലേ? ഇന്ന് ഫുൾ ഫോക്കസ് ആയിരുന്നാ. ഇതാ പാലിതാ. ഇത് തായ്ലാൻഡിലെ പലതരത്തിലെ പാലുകൾ, മെജ്ജീൻ്റെ ബ്രാൻഡുകൾ നമുക്കിവിടെ പൊതുവെ കാണാൻ പറ്റുമോ. മെജ്ജി, ഇതെല്ലാം യോഗട്ടും പിന്നെ തൈരും മറ്റേ. ഇതെടുത്തോടാ, ഇത് നല്ല സാധനം വേണോ? തൈര് കുടിക്കണം. തൈര് നല്ലതാ. പേരുണ്ടോ? ഇതാ ബൾഗേറിയൻ്റെ നല്ല തൈര്. ഇത് തായ്ലൻഡുകാരുടെ മെയിൻ ഭക്ഷണങ്ങളൊന്നാണ് ഈ ഒരു സോസേജുകൾ. ചിക്കൻ്റെയും പന്നീൻ്റെയും പോർക്കിൻ്റെയും ബീഫിൻ്റെയും എല്ലാ തരത്തിലുള്ള സോസേജുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, പലതരത്തിലുള്ള സോസ്. ഇതെല്ലാം ഫ്രഷ് ചിക്കൻ ആണ് ഉണ്ടല്ലേ. ഇവിടെ പോർക്കിൻ്റെ സെക്ഷനാണ്. പോർക്കിൻ്റെ പലതരത്തിലുള്ള പാർട്സുകളും തലയും കാലും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പോർക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഏരിയ ഫുള്ള് പോർക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അത് ചിക്കൻ്റെ അല്ലേ, ചിക്കൻ്റെ ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ. അതൊരു പറഞ്ഞോളൂ, അതിനെപ്പറ്റി പറഞ്ഞോടുത്തു. ഇതാ ചിക്കൻ്റെ കാല് ഇതുവരെ നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ പൊളിയല്ലേ. ഇതിന് ശേഷം ഭയങ്കര ടേസ്റ്റാ. ചൈനയിലെ ആൾക്കാർ കഴിക്കുന്നത് മെയിനായിട്ടുള്ള ഭയങ്കര പ്രോട്ടീനുള്ള സംഭവമാണെന്ന് പറയുന്നത് കണ്ടോ. ചിക്കൻ്റെ കാല് കിട്ടും, അടിപൊളി. ഓയിൻ്റെ ഒരു സാധനം പോലും അവർ വേസ്റ്റ് ആക്കുന്നില്ല. എല്ലാ ഐറ്റംസും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. കണ്ടോ, തായ്ലൻഡിലെ നമ്മളെ മെയിനായിട്ടുള്ള ബിയറുകൾ. തായ്ലൻഡ് നമുക്ക് ചാങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമുക്ക് കിട്ടുന്നത്. ഷാങ് ക്ലാസിക്കിൻ്റെ ബിയറാണിത്. പിന്നെ സിങ്കയാണ് മെയിനായിട്ടുള്ള എല്ലാവരും കുടിക്കുന്ന സംഭവം. ഷാങ്ങാണ് മെയിനായിട്ട് കുടിക്കുന്നത് ട്രഡീഷണൽ ബിയർ എന്ന് പറയുന്നത്. പിന്നെ സിങ്കയുണ്ട്, പിന്നെ ലിയോ ഉണ്ട്. ലിയോ എന്ന് പറഞ്ഞാൽ ടൈഗറിൻ്റെ ലിയോ ആണ്. ഇത് സിങ്കൻ്റെ ബ്രാൻഡാണ്. പിന്നെ ഹൈനിക്കൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് ആൾക്കാർ ചിലവാകുന്ന വേറെ ബ്രാൻഡുകൾ. ഹൈനിക്കൻ, സിങ്ക, ചാങ്, ലിയോ, ഇതാണ് മെയിൻ ബ്രാൻഡുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ മാക്രോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലായിട്ട്, അതായത് ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലാഭമുള്ളൂ. ഒരു ഐറ്റം ആയിട്ട് നമുക്ക് മേടിച്ചിട്ട് ഒരു കാര്യമില്ല.
കൂടുതൽ വലിയ പാക്കറ്റായിട്ട് മേടിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഭയങ്കര ലാഭം. അവിടെ കുറച്ച് വെള്ളം എടുക്കണം, 2 വെള്ളം എടുക്കും. ഞാൻ എന്തായാലും വെള്ളം മേടിക്കും, രണ്ട് വെള്ളം. ഇതാണ് തായ്ലൻഡിലെ നാംതീപ് എന്ന് പറയുന്ന ബ്രാൻഡ്. നല്ല എന്താ പറയുക, നല്ല അടിപൊളി. അവിടെ എടുക്കണ്ട, പോയി എടുക്കണ്ട, ഫുള്ള് താഴെ പോയി. ഇതാ നാംതീപ്പിന് നല്ല ബ്രാൻഡാണ്. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ അതുകൊണ്ട് ഫാൻ മേടിക്കേണ്ട പരിപാടിയാണ്. ഫാൻ നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻ ഇവിടെ ചെറിയ പൈസ കിട്ടും. ഇവിടെ എല്ലാം കുറേ ചോക്ലേറ്റ്സുകളും, ചോക്ലേറ്റ് അല്ല, ചെറിയ ചെറിയ പാക്കറ്റായിട്ടുള്ള എന്തെല്ലോ സ്വീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഇത് വലിയൊരു എന്താ പറയുക, ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ ഫുള്ള് ഫ്രിഡ്ജിൻ്റെ ഏരിയ ഉണ്ടോ? ഇതാ 15,490, ഏകദേശം 40,000 ഇന്ത്യൻ രൂപ വരുന്നുണ്ട്. ഞാൻ അത് തുറന്നു നോക്കിയിട്ട്. അതെ, ഒന്ന് കാണിച്ചു കൊടുത്തേ ഫ്രിഡ്ജ്. ഇത് ഡബിൾ ഡോറാ? ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്ടോ. ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇത്രയും വലിയ ഫ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ലോഡ് അയച്ചാ മേตัวนึงแล้วก็เท่าไหร่15,490ใช่ไหมลดไม่ได้ใช่ไหมมันลดราคาแล้วลดราคาใช่ไหม Samsung ใช่ไหม Samsung อันนี้มันก็วารันตีมีใช่ไหมวารันตี5 ปีแล้วก็ใช่ครับวารันตีมีใช่ไหมกี่ปีแล้วใช่20ใช่ไหม20 ปีวารันตีแล้วก็അയറുണ്ട് ഏറെ എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഗംഭീരമായ ഫാനുകൾ നമുക്ക് മേടിക്കാം. ഇതാണ് ഫാൻ ഉണ്ടോ? ഈ ചെറുതിന് 369 ഭാഗത്തോ. ഓഫർ ഉണ്ടോ അവിടെ? വലുത് ഓഫർ ഉണ്ടാവും ഉണ്ടാവൂടാ. ഫൈനലി നമ്മളിതാ ഈ ഒരു ഫാൻ എടുത്തോണ്ടോ. ഇത് ബ്രാൻഡ് ഇതാ ഫാൻ. ആ ഫാൻ കാണിച്ചു. ഹട്ടാരിൻ്റെ ബ്രാൻഡ് അല്ലത്? ഏതാ മുസ്തി വിഷിയോ? വിഷി എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി ഫാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് 369 ഇന്ത്യൻ മണി വരുമ്പോൾ എത്ര വിഷയം? ഇതിന് 800 രൂപേൻ്റെ ഒരു ഫാനാണ്. ഇതാണ് നമ്മളെടുത്ത്. നല്ല കാറ്റുണ്ടാവും വിചാരിക്കുന്നുള്ളൂ. കിടിലം കാറ്റുള്ള ഫാനാണ്. ഇതിന് ബ്ലാക്ക് കളർ ഉണ്ട്. 4 കിലോ ലെഗ് 4 കിലോได้ใช่ไหม 6 กิโล ไม่ใช่4 กิโล 6 กิโล มันหัวแบบนี้เปล่าถ้าดิ๊ก อันนี้ปกติใช่ไหมปกติสแตนดาร์ดแล้วก็ เขาใส่25 ใช่ปกติก็ได้ นี่6 กิโลแล้วก็แก๊สมี4 กิโล ลูกค้าเขามี4 กิโล แกแล้วก็ เขาก็จะไป เล็ก ต่อ นะ ใส่ เล็ก ใส่ได้ปะ ได้ไหม ไม่ได้เหรอ ไม่ได้ อันนี้พี่มันมีต้องข้อต่อที่จำส่วนมากมันจะเป็นถังใหญ่อย่างเดียว อันนี้ก็6 กิโลใช่ไหมได้ ไม่ใช่ใหญ่อันนี้มีเล็ก ได้มันไม่มีตัวไข่ตัวนี้เข้าไป ใช่ ไม่มีไข่ตัวนี้ มันต้องไปซื้อข้อต่อไม่ได้ ใช่ไหม ต้องซื้อข้อต่อ ഒഴിവാക്കി.อันนี้มันไว้ต่อ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യേണ്ട പരിപാടിയാണ്. നോക്കോ, ഇതാണ് ബില്ലിംഗ് കൗണ്ടർ. ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് അപ്പുറത്ത് ഇപ്പുറത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? നീ ഒന്നിക്കോ ബില്ല് ചെയ്യാം. എൻ്റെ എത്ര നോക്കി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ സാധനങ്ങൾ ഇതാണ്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ അവരുടെ ഫാൻ എടുത്തിട്ടുണ്ട്, സോപ്പ്, ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതാണ് അവരുടെ ബില്ലിംഗ് കൗണ്ടർ മാക്രോയിലാണ്ടോ. ഇത് നോക്കാം അത്ര പൈസ. ഇവിടെ വളരെ ചീപ്പാണ് സാധനങ്ങൾക്കല്ലോ. ഓരോ ആൾക്കാർ ഷോപ്പിലെ സാധനത്തിലും വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് കണ്ടോ അപ്പുറത്ത് നോക്കിയിട്ട് എത്രയാ സാധനം മേടിച്ചു. അല്ല ഹോട്ടലിലെ ആൾക്കാരായി ഇവിടെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർ ആ സാധനത്തിൻ്റെ ഇതിൽ ബില്ലിങ് സീലടിച്ച് തരും. പിന്നെ എന്തെങ്കിലും കട്ട് കൊണ്ടുപോകുന്നുണ്ടോ നോക്കണ്ടിട്ടാണ് ആ ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ടോ. അപ്പം വൈകുന്നേരം നല്ല രസമായില്ലടാ. വൈകുന്നേരം നമ്മുടെ എയർപോർട്ടിലാണ് നടക്കുന്ന പോലത്തെ അവസ്ഥയോ. അപ്പോൾ നമ്മുടെ സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം നമ്മളെ വണ്ടിയിൽ കയറ്റേണ്ട പരിപാടി. ആ വണ്ടിയിൽ നമ്മളെ ചൂണ്ടയുണ്ട് ഇടണം. ചൂണ്ട നോക്കണം. തുറന്നു ചൂണ്ടേൻ്റെ മേലെ വെച്ച് പോരാ. ചൂണ്ടേൻ്റെ മേലെ വെക്കാണ്ട് നോക്കണം. പൊട്ടിപ്പോലെ ചൂണ്ട പൊട്ടിപ്പോകും. അതിന് ഫ്രണ്ടിൽ വെച്ചോണെങ്കിൽ എൻ്റെ ഫ്രണ്ട് സീറ്റുണ്ടാവും. എൻ്റെ ചൂണ്ട ഇല്ലോണ്ട് ചൂണ്ട ഭയങ്കര ഡേഞ്ചറാണ്. ഞാനിപ്പോൾ എപ്പോൾ വേണേൽ നമുക്ക് ചൂണ്ട എറിയാം. ചൂണ്ടയുടെ ഇഷ്ടം വരെ എടുത്തു. ഈ ചൂണ്ട വെച്ചിട്ട് അവസാനം ചില ചൂണ്ട ഭയങ്കര വിഷയം. ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇടണോ. കഴിഞ്ഞ പ്രാവശ്യം അമൂറിൻ്റെ ഫോട്ടോ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണിച്ചിരുന്നു. ബർമ്മ കുട്ടീനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അടിപൊളി കഴിയില്ല. ഭയങ്കര റേറ്റ് അല്ല.
പാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബൈക്കുകൾ ബോട്ടിലേക്ക് കയറ്റിയിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തെ കടവിലേക്ക് പോകാൻ പറ്റും. ബൈക്കുകൾ ഓരോന്നോരോന്നായിട്ട് കയറുന്നത്. ഇത് ശരിക്കും തായ്ലൻഡിലെ സമുസക്കോൺ എന്ന് പറയുന്ന വളരെ ഉള്ളോട്ടുള്ളൊരു പ്രൊവിൻസാണ്. ഇപ്പോൾ നവംബർ ഡിസംബർ മാസമെല്ലാം ആകുമ്പോൾ തന്നെ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ തായ്ലൻഡിലെ ഒരു വൈബ് തന്നെ മാറും. സത്യത്തിൽ പറഞ്ഞാൽ ന്യൂ ഇയറോട് അടുക്കും തോറും തായ്ലൻഡിൻ്റെ ഭംഗി കൂടും എന്ന് പറയുന്ന പോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയം ഇനി വരാൻ പോകുന്ന ഇല്ലു ഡിസംബറിലെല്ലാം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. നമ്മളെ മനോഹരമായ ഒരു സൺഡേ ഈവനിങ് ആണ്. നമ്മളെ അധികം വരുന്നൊരു സ്ഥലമാണിത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ പറ്റും വൈകുന്നേരം. ഫ്രണ്ടല്ല, ആ ഫ്രണ്ട് നമ്മൾ മറ്റേ പോട്ട് കൊച്ചിയിലും പോകുന്ന പോലത്തെ ബോട്ട് പോലെ അല്ലേ? ആകെ 10-18 ഇല്ല ഒരു ബൈക്കിന് പോവാൻ, ചെറിയ പൈസ. വൈകുന്നേരം നല്ല രസമുണ്ടല്ലേ ഈ ഒരു അമ്പലം കാണാൻ. ആകാശം എല്ലാം പൊളിയല്ലേ. ചെമ്പോത്തിന്റെ കണ്ണിലും തെയ്യത്തിന്റെ നാട്ടിലും തെയ്യത്തിന്റെ നാട്ടിലും ആകാശത്തിന്റെ കളറും എല്ലാം ഒരേ ഒരു നാട്. പൊളിച്ച് ഡയലോഗും വരുന്നുണ്ട്. ഈ ഡയലോഗിൽ ഭയങ്കര മണ്ണിന്റെ കളർ, ചെമ്പോത്തിന്റെ കണ്ണിനും തെയ്യത്തിന്റെ കളറും ആകാശത്തിന്റെ കളറുള്ള നാട് കണ്ണൂർ. മൂന്ന് കണ്ണൂരാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായാലും അവസ്ഥ നിങ്ങൾക്ക് പറയണ്ടായിരുന്നല്ലോ. നായ്ക്കൾ പറയുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എങ്ങോട്ടാ നെക്സ്റ്റ്? നമ്മൾ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ലോക്കൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വൈഭവ്, അരുൺ, അനൂപ്, ബൈ ബൈ, സീ യു, സൈനിങ് ഓഫ്. ലോക്കലായിട്ടുള്ള വീഡിയോസ്